ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക മഹേന്ദ്രനെ വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് വീണ്ടും മഹേഷിൻ്റെ കോൾ വരികയാണ്. ദേ നോക്ക്, എൻ്റെ ആളുകൾ ഒമ്നി വാനുമായിട്ട് നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന്, അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ നീയും മലരും കൂടി ആ വണ്ടിയിൽ അവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ സിദ്ധാർത്ഥിനെ ആടിനെ അറക്കുന്നത് പോലെ അറുത്ത് കളയും. അത് കേട്ടത് ചന്ദ്രിക വല്ലാതെ ഭയന്നു പോവുകയാണ്. അതിനുശേഷം വീണ്ടും മഹേഷ് വാൺ ചെയ്യുന്നുണ്ട്. ദേ, ഞാൻ വീണ്ടും പറയാ, നീ ശരിക്കും ശ്രദ്ധിച്ചോ. ആ മഹേന്ദ്രനോട് പറയാം, അല്ലെങ്കിൽ പോലീസിൽ ഇൻഫോർം ചെയ്യാം എന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ സിദ്ധാർത്ഥ ഉണ്ടല്ലോ, അവൻ ജീവനോടെ കാണുന്ന് നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. മഹേഷ് അത് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ചന്ദ്രിക വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ്. മാത്രമല്ല, മഹേഷ് പറയുന്നുണ്ട്, കത്തിച്ച് കളയും ഞാൻ ഇവനെ ജീവനോടെ, ഓർത്തോ. അതുകൊണ്ട് തന്നെ ചന്ദ്രികയ്ക്ക് എന്താ സംസാരിക്കേണ്ടത്, തിരിച്ച് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അവൾ അമ്മയെയും മലറിനെയും അതുപോലെ മുത്തശ്ശനെയും ഒക്കെ നോക്കുകയാണ്. ആ സമയം കൊണ്ട് മഹേഷ് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ബോധം കെട്ടി കിടക്കുകയാണ് സിദ്ധാർത്ഥ്. ആ സമയം കൊണ്ട് ദേഹത്ത് വീണിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വീറ്റ്സിൻ്റെ മധുരമൊക്കെ കഴുകി കളഞ്ഞിട്ട് തിരിച്ച് മഹേന്ദ്രൻ അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, പറയൂ ചന്ദ്രികെ, എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്. മഹേന്ദ്രൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ചന്ദ്രിക വല്ലാതെ പരിഭ്രമിക്കുകയാണ്. അവൾ ആകെ ടെൻഷനോട് പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല സർ, അത് മലറിനെ ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോകണമായിരുന്നു. അത് കേട്ട സമയത്ത് മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനെന്താ ചന്ദ്രികയെ, നീ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളും കൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് കാറിൽ പോവാം. ലക്ഷ്മി അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ തലയാട്ടുകയാണ്. പക്ഷേ ചന്ദ്രിക ആകെ പരിഭ്രമത്തോടെയാണ് സംസാരിക്കുന്നത്. ആ വേണ്ട വേണ്ട സർ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. അത് കേട്ടതും മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെയും മുത്തശ്ശൻ്റെ ഒക്കെ മുഖത്ത് ആകെ ഒരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല മഹേന്ദ്രൻ ചോദിക്കുന്നുമുണ്ട്, അതെന്താ ഞങ്ങളെ കൊണ്ടുപോകില്ലേ. അപ്പോഴേക്കും ലക്ഷ്മി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ഏട്ടാ, അവൾ കുഞ്ഞിനോടൊപ്പം പോവാൻ ആഗ്രഹിക്കുന്നത്, അവൾ പോയിട്ട് വരട്ടെ. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം, നിനക്ക് കാറ് വാങ്ങിത്തന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കൊന്നും പോകാൻ പാടില്ല. എവിടെ പോവുകയാണെങ്കിലും എന്നെയും കൂട്ടിക്കൊണ്ട് വേണം പോവാൻ. ഒരച്ഛൻ്റെ വാത്സല്യത്തോടു കൂടിയാണ് മഹേന്ദ്രൻ പറയുന്നത്. അത് കേട്ട് ലക്ഷ്മിയും പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക ആകെ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. അവൾ പെട്ടെന്ന് തന്നെ പറയാണ്, ശരി സർ, മലർ വാ. അങ്ങനെ മലറിനെ വിളിക്കുന്ന സമയത്ത് അവൾ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ബാക്കിയുള്ള സ്വീറ്റ്സും കൂടെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്നേഹത്തോടു കൂടി അതും കൂടെ കൊടുത്തതിന് ശേഷം മലറിൻ്റെ വായൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മലറിനെ ചന്ദ്രികയുടെ അടുത്തേക്ക് വിട്ടിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, സൂക്ഷിച്ച് കൊണ്ടുപോയിട്ട് വാ. മലരും ചന്ദ്രികയുടെ അടുത്ത് എത്തിയിട്ട് പറയാണ്, വാ അമ്മേ പോവാം. ആ സമയത്ത് ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. കാരണം അവരോടൊക്കെ കള്ളം പറഞ്ഞിട്ടാണല്ലോ മലറിനെയും കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ചിട്ട് അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അവൾ മഹേന്ദ്രനെ നോക്കിയിട്ട് സങ്കടത്തോടെ പറയാണ്, സർ, ഞാൻ പോവുകയാണ്. ശേഷം ലക്ഷ്മിയെ നോക്കിയിട്ടും അതേപോലെ തന്നെ സങ്കടത്തോടെയാണ് അവൾ പറയുന്നത്, അമ്മേ പോവുക. അപ്പോൾ മുത്തശ്ശൻ്റെയും മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെ ഒക്കെ മുഖത്ത് ആകെ ഒരു ടെൻഷനും ഒരു വിഷമവും അവളുടെ ആ സംസാരം കേട്ടിട്ട്. മാത്രമല്ല ചന്ദ്രികയുടെ മുഖവും ആകെ കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങിയൊരു മട്ടിലാണുള്ളത്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രികയെ, പോകുന്നു എന്നൊക്കെ പറയുന്നു, പോയിട്ട് വരാമെന്ന് പറ. അത് കേട്ടത് ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൾ വീണ്ടും പറയുന്നുണ്ട്, പോയിട്ട് വരാം അമ്മേ. അപ്പോഴാണ് ലക്ഷ്മിക്കും മഹേന്ദ്രനും സന്തോഷമായത്. അവർ രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ അവളെ വിടുകയാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് അവിടുന്ന് പോകാൻ ഒട്ടും മനസ്സും ഉണ്ടായിരുന്നില്ല. പോവാതിരുന്നാൽ സിദ്ധാർത്ഥിൻ്റെ ജീവൻ അപകടമാവും എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആകെ ഒരു കുറ്റബോധം നിറഞ്ഞൊരു മനസ്സോടു കൂടിയാണ് ചന്ദ്രിക അവിടുന്ന് തിരിഞ്ഞു നടക്കുന്നത്. ചന്ദ്രികയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൾ ആകെ എന്താ പറയുക, താനൊരു തെറ്റാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് അവൾക്ക് തോന്നുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് സാറിൻ്റെ ജീവൻ രക്ഷിക്കാനില്ല, ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളതും ചന്ദ്രികയെ വല്ലാതെ തളർത്തിക്കളയാണ്. അവൾ മലറിൻ്റെ കൈയും പിടിച്ചിട്ട് സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ചന്ദ്രിക അവിടെ ഒരു കല്ല് തട്ടിയിട്ട് താഴത്തേക്ക് വീഴുകയാണ്. കാരണം അവൾ സ്ഥലകാല ബോധമില്ലാത്ത പോലെയാണ് നടക്കുന്നത്. മലർ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ പറ്റിയത്. അമ്മയുടെ കാല് തെറ്റിയതാടാ, ചന്ദ്രിക മകളോട് പറയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും സ്കൂട്ടറിൽ കയറിയിട്ട് മഹേഷ് പറഞ്ഞത് പ്രകാരം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ അരികിലെത്തിയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ചന്ദ്രിക കാണുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഒമ്നി വാനും അതിനടുത്തൊരു ഡ്രൈവറും നിൽക്കുന്നത്. അയാൾ മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണുള്ളത്. അതുതന്നെ ആയിരിക്കും തനിക്ക് പോകാനുള്ള വാഹനം എന്ന് ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവൾ ആകെ ഒരു പതറിയ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. ചന്ദ്രികയുടെ ആ ഒരു നോട്ടവും നിൽപ്പും ഒക്കെ കാണുന്ന സമയത്ത് മലറിനൊന്നും അറിയില്ലല്ലോ. അവൾ പറയുന്നുണ്ട്, വാ അമ്മേ, അമ്പലത്തിലേക്ക് പോവാം, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ. ആ സമയത്താണ് മഹേഷ് ചന്ദ്രികയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ചന്ദ്രിക ഭയത്തോടു കൂടിയാണ് ഫോൺ എടുക്കുന്നത്. ആ സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ക്ഷേത്രത്തിലെത്തിയോ. ചന്ദ്രിക മൂളുകയാണ്. അവിടെ എൻ്റെ ഒമ്നി വായന അവിടെ കാത്തു നിൽപ്പുണ്ട്, അതിൽ നീയും മലരും കയറി ഇങ്ങോട്ടേക്ക് വാ. ചന്ദ്രിക സമ്മതിക്കുകയാണ്. അവസാനമായിട്ട് മഹേഷ് വീണ്ടും പറയുന്നുണ്ട്, ദേ നോക്ക്, സിദ്ധാർത്ഥിനെ രക്ഷിക്കാനായിട്ട് പോലീസിൽ വല്ലതും വിവരം അറിയിച്ചാൽ ഉറപ്പായും ഞാനിവനെ കൊന്നിരിക്കും.
അത് കേട്ടതും ചന്ദ്രിക ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഓർമ്മയുണ്ടാവണം. അപ്പോൾ ചന്ദ്രികയും പറയാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ചന്ദ്രിക വീണ്ടും മഹേഷിനോട് അപേക്ഷിക്കുകയാണ്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, ഞാൻ വരികയാ. അമ്മ ആരോടാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെ മലരിങ്ങനെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എങ്കിൽ വേഗം ഇങ്ങോട്ട് പോര്. കോള് കട്ടായതും ചന്ദ്രിക വല്ലാതെ സങ്കടത്തോടെ കരയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മേ വാ, അമ്പലത്തിൽ പോവാം. അപ്പം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചന്ദ്രിക മലരിനോട് പറയുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് വേറൊരിടത്തേക്ക് പോകണം. എവിടെ അമ്മേ പോവേണ്ടേ? മലര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രിക മുട്ടുകുത്തി അവിടെ മലരിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം മോളെ, നിന്നെ നന്നായിട്ട് വളർത്തണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ഞാൻ തന്നെ നിന്നെ ആ ദുഷ്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഇനി നമ്മുടെ ജീവിതം എങ്ങനെയാവും എന്നറിയില്ല മോളെ. ചന്ദ്രിക കരഞ്ഞുകൊണ്ടാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. അവളുടെ കരച്ചിൽ മാത്രമേ മലരിന് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് മലര് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ കരയുന്നേ? മലരിന് മറുപടിയൊന്നും കൊടുക്കാതെ ചന്ദ്രിക വീണ്ടും കരയാണ്. അപ്പോൾ മലര് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ കരയുന്നേ? ഒന്നുമില്ല മോളെ, വാ പോവാം എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയാണ്. നേരെ പോയിട്ട് അവർ രണ്ടുപേരും ആ ഒമ്നി വാനിലേക്ക് കയറുകയാണ്. മലരാകെ ഭയന്നിരിക്കുകയാണ് അമ്മയുടെ ദേഹത്തോട് ചേർന്നിരുന്നിട്ട്. അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം മലർ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാ അമ്മേ നമ്മൾ പോകുന്നേ? ആരാ അമ്മേ ഈ അങ്കിൾ? അയാളെ നോക്കിക്കൊണ്ട് മലർ വീണ്ടും ചോദിക്കുകയാണ്. ചന്ദ്രിക അതിന് മറുപടിയൊന്നും പറയാതെ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥിനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ഗോഡൗണിൽ വെച്ചിട്ട് മഹേഷും മനോഹരനും തമ്മിൽ സംസാരിക്കുകയാണ്. മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷേ, ചന്ദ്രികയും മലരും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടോ? അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷും പറയുന്നുണ്ട്, ശരി, നോക്ക്, ഈ അവസരം നീ ഇനി പാഴാക്കരുത്. ഇനി ചന്ദ്രികയും മലരും ഒരു കാരണവശാലും ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. അവരെ നീ എങ്ങനെയെങ്കിലും ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകണം. അത് കേട്ട് മഹേഷും പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. ചന്ദ്രിക എന്നെ ഒരുപാട് നാണം കെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ അതിനെല്ലാം അവൾക്ക് പണി കൊടുത്തിരിക്കും. അവൾ ഇവിടെ കാണിക്കുന്നത് പോലെ അവിടെ വെച്ച് കാണിച്ചാ അവിടെ വെച്ച് ഞാൻ തന്നെ അവളെ കൊന്ന് കുഴിച്ചു മൂടും. അവൾ ഈ സിദ്ധാർത്ഥിൻ്റെ ബലത്തിൽ കുറേ നെകളിച്ചതാ. അവക്ക് ശരിയായ ശിക്ഷ കൊടുത്തേ പറ്റൂ. എന്നിൽ നിന്നും അവളെയും മലരിനെയും ആ അടർത്തി മാറ്റിയ മഹേന്ദ്രനെ ശരിക്കും ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. മഹേഷിന് മഹേന്ദ്രനോടും ലക്ഷ്മിയോടും സിദ്ധാർത്ഥിനോടൊക്കെ അത്രയേറെ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു. അതേസമയം ചന്ദ്രിക ഇരുന്ന് കരയാണ്. അത് കാണുന്തോറും മലരിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അവൾ വീണ്ടും വീണ്ടും അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാ അമ്മേ കരയുന്നത്? പറ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രിക പറയാണ്, മോളെ, നീ അമ്മയോട് ക്ഷമിക്കുമോ? എന്തിനാ അമ്മേ? മലര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക പറയാണ്, ഞാൻ നിന്നോട് വലിയൊരു ദ്രോഹമാണ് ചെയ്തത്. അമ്മയോട് ക്ഷമിക്കടാ. അപ്പോൾ മലര് തിരിച്ചു പറയുന്നുണ്ട്, അമ്മ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. അമ്മ നിനക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരാം. എന്നിട്ട് മഹേഷ് വിളിച്ചതും അതിനുശേഷം സിദ്ധാർത്ഥിനെ തടങ്കലിൽ വെച്ചതും അവിടെ വെച്ച് അവനെ ഉപദ്രവിച്ചതും അങ്ങനെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളത്രയും മലരിന് പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രിക. അവസാനം മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലരിനെയും കൂടെ കൂട്ടി നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കണം. മുഴുവൻ കേട്ടതിന് ശേഷം മലരും പൊട്ടി പൊട്ടി കരയാണ്. എന്നിട്ട് അവൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നേ? സിദ്ധുവിനെ മഹേഷ് തട്ടിക്കൊണ്ടുപോയെന്നോ? എന്തിനാ അമ്മേ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അമ്മ വാ, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അത് കേട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ സിദ്ധു സാറിനെ കൊന്നു കളയുമെന്നാ മഹേഷ് ഭീഷണിപ്പെടുത്തുന്നേ. അതുകൊണ്ടാ അമ്മ മഹേന്ദ്ര മുത്തശ്ശനോട് പോലും പറയാത്തേ. അതുകൂടെ കേട്ടപ്പോൾ മലരും സങ്കടം കൊണ്ട് പൊട്ടിപ്പൊട്ടി കരയാണ്. മഹേഷ് എന്തുദ്ദേശത്തിലാ നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം ഈ അമ്മയ്ക്ക് അറിയാം മോളെ, നിനക്കും സിദ്ധു സാറിനും ഒന്നും സംഭവിക്കാൻ ഈ അമ്മ അനുവദിക്കില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ രക്ഷിക്കും. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ടതും മലരും പൊട്ടിപ്പൊട്ടി കരയാണ്. അപ്പോൾ ചന്ദ്രിക മലരിനോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോള് സിദ്ധു സാറിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കണം. അമ്മയെക്കുറിച്ചോർത്ത് നീ വിഷമിക്കാനേ പാടില്ല. സിദ്ധു സാറ് നിന്നെ നന്നായിട്ട് നോക്കിക്കോളും. അതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് മലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ ചന്ദ്രിക മകളുടെ കണ്ണീര് തുടച്ചുകൊണ്ട് പറയാണ്, കരയരുത് മലർ, ഇനിയാണ് നീ ശരിക്കും ധൈര്യമായിട്ടിരിക്കേണ്ടത്. എന്നിട്ട് ചന്ദ്രിക മകളെ ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം ഗോഡൗണിൽ സിദ്ധാർത്ഥിന് കുറേശ്ശെയായിട്ട് ബോധം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൻ കഷ്ടപ്പെട്ട് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് മുന്നിൽ കാണുന്നത് മഹേഷിനെയാണ്. മഹേഷിനെ കാണുന്ന സമയത്ത് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിന്. പിന്നീട് അവന് മനസ്സിലായത് അവൻ്റെ കൈകളൊക്കെ പിന്നിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സിദ്ധാർത്ഥ് എങ്ങനെയൊന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നത്. മഹേഷിനോട് എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏയ് എൻ്റെ കയ്യിലെ കെട്ടുകൾ അയച്ചുവിട്. അത് കേട്ട് മഹേഷ് ആണെങ്കിൽ സിദ്ധാർത്ഥിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എന്താടാ ഒരു ഭീരുവിനെ പോലെ എൻ്റെ കൈകൾ പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്നത്?
അപ്പോൾ മഹേഷാണെങ്കിൽ പരിഹാസത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് വെല്ലുവിളിക്കുന്നുണ്ട്, നീ ശരിക്കും തൻ്റെ ഇടമുള്ള ഒരാണാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് പൊരുതടാ. അപ്പോൾ മഹേഷ് അവനെ പരിഹസിക്കുകയാണ്, എടാ ഒരുപാട് അങ്ങ് സംസാരിക്കാതെ, ഇനി കുറച്ച് സമയത്തിനകം ചന്ദ്രികയും മലരും ഇവിടെ എത്തും. അത് കേട്ട് സിദ്ധാർത്ഥ് ഞെട്ടിയിട്ട് മഹേഷിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നിന്റെ കൺമുൻപിൽ വെച്ച് അവരെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ ഈ ഇന്ത്യ വിട്ട് പോവുകയാണ്. അത് കേട്ടതും സിദ്ധാർത്ഥ് ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, പിന്നീട് അങ്ങോട്ട് നിനക്ക് ചന്ദ്രികയും മലറിനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ കഴിയില്ല. അപ്പോൾ സിദ്ധാർത്ഥ ദേഷ്യത്തോടെ പറയാണ്, എടാ മര്യാദയ്ക്ക് മലറിനെയും ചന്ദ്രികയും വിട്ട് പോവാൻ നോക്ക്. അവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം. അപ്പോൾ മഹേഷും പരിഹസിക്കുകയാണ്, ആഹാ അപ്പോൾ അതുവരെ ഞാൻ മിണ്ടാതിരിക്കോടാ, അതിനു മുമ്പ് നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ സിദ്ധാർത്ഥും പറയുന്നുണ്ട്, ഡേ നോക്ക്, വേണ്ട മഹേഷ്, നീ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുക. ചന്ദ്രിക പാവാ, നീ എന്തിനാ വെറുതെ അവളെ ടോർച്ചർ ചെയ്യുന്നേ? ആഹാ അത് കൊള്ളാലോ, മഹേഷും പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, നീയും അവളും തമ്മിൽ ഡിവോഴ്സ് ആയില്ലേ, പിന്നെ എന്താ, അവളെ വിട്ട് പൊയ്ക്കൂടെ? എന്തിനാ നീ വീണ്ടും വീണ്ടും മലറിനെയും ചന്ദ്രികയും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മഹേഷ് പറയാണ്, എടാ ചന്ദ്രിക എൻ്റെ ഭാര്യയാണ്, മലര് എൻ്റെ മകളും. അവരെ ഞാൻ അടിക്കും, കൊല്ലും, എന്തു വേണമെങ്കിലും ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ താലി കെട്ടി ഒരു കുഞ്ഞിനെയും ജനിപ്പിച്ച ആണാവുന്നാണോടാ നീ കരുതിയിരിക്കുന്നേ? തന്നെ വിശ്വസിച്ച് വന്നവളെ അവസാനം വരെ സംരക്ഷിക്കുന്നവനാടാ ആണ്. അത് കേട്ടത് മഹേഷ് തലതിരിക്കുകയാണ്. സിദ്ധാർത്ഥ് മഹേഷിനെ നോക്കിയിട്ട് വെറുപ്പോടെയും അറപ്പോടെയും കൂടി തുപ്പുകയാണ്. ഥു, നിന്നെപ്പോലെ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പകുതിയിൽ ഉപേക്ഷിച്ച് പോകുന്നവനൊന്നും ആണല്ലടാ. അത് കണ്ടത് മഹേഷ് ദേഷ്യത്തോടു കൂടി സിദ്ധാർത്ഥിനെ നോക്കുന്നുണ്ട്. സിദ്ധാർത്ഥാണെങ്കിൽ ദേഷ്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, ആ മീശ അങ്ങ് വടിച്ചു കളഞ്ഞ് പെൺകുട്ടികളെ പോലെ സാരി ചുറ്റി നടക്കാൻ നോക്ക്. അതുകൂടെ കേട്ടതോടെ മഹേഷിൻ്റെ ദേഷ്യം അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. മഹേഷ് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ പിന്നിലേക്ക് വേച്ച് വീണ് പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവൻ്റെ കൈ പിന്നിൽ കെട്ടിയിരിക്കുകയാണല്ലോ. അതിനുശേഷം സിദ്ധാർത്ഥിൻ്റെ കാല് ചവിട്ടി ഞെരടുകയാണ് ഷൂ ഇട്ട കാല് വെച്ചിട്ട് മഹേഷ്. സിദ്ധാർത്ഥ് വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. പക്ഷേ മഹേഷ് തരിമ്പും കാരുണ്യം കാണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് നേരം അവനങ്ങനെ വേദനിപ്പിച്ചതിന് ശേഷം ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സമയത്താണ് ഒമ്നി വാനിൽ ചന്ദ്രികയും അതുപോലെ മലരും അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നായിട്ട് മലരിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, പേടിക്കണ്ടടാ, അമ്മ ഉള്ളത് വരെ ആ മഹേഷിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചന്ദ്രികയും മലരിനെയും കൂട്ടിയിട്ട് ആ ഡ്രൈവർ ആ ഗോഡൗണിൻ്റെ അകത്തേക്ക് പോവുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നതിന് ശേഷം വേറൊരു വാതിൽ തുറന്നതിന് ശേഷം ചന്ദ്രികയോട് അയാൾ പറയുന്നുണ്ട്, ഇനി നീ മാത്രം പോയാൽ മതി, കുഞ്ഞിനെ ഇവിടെ നിർത്താനാണ് മഹേഷ് പറഞ്ഞിട്ടുള്ളതെന്ന്. ആ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, ഇവിടെ വരെ എത്തി, ഇനി ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ നീ ചെയ്താൽ അത് നിൻ്റെ മോക്ക് തന്നെയാണ് ആപത്ത്. നീ വൈകിപ്പിക്കുന്ന ഓരോ നിമിഷവും സിദ്ധാർത്ഥിനെ മഹേഷ് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കേട്ടതും ചന്ദ്രിക ഭയന്നിട്ട് അയാളെ നോക്കുകയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, സിദ്ധാർത്ഥിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നീ മാത്രം അകത്തേക്ക് പോ. അവസാനം മലറിനോട് ചന്ദ്രിക പറയാണ്, മലർ നീ ഇവിടെ തന്നെ നിൽക്ക്, അമ്മ അകത്തേക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാടാ, പേടിക്കല്ലേടാ, അമ്മ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നടക്കുകയാണ് ചന്ദ്രിക തനിയെ. മലറിനെയാണെങ്കിൽ ആ ഡ്രൈവർ അവിടെ കൈപിടിച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ചന്ദ്രിക അകത്തെത്തിയ സമയത്ത് മഹേഷ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയെ കണ്ടതും മഹേഷ് പരിഹാസത്തോടെ പറയാണ്, ആഹാ വാ ചന്ദ്രികേ, ഞാൻ ഇങ്ങനെയൊക്കെ മാറുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ? ചന്ദ്രിക വെറുപ്പോടും അറപ്പോടും കൂടി മഹേഷിനെ നോക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ വഴിക്ക് ജോലിയും എൻ്റെ കാര്യങ്ങളും ചെയ്ത് ജീവിച്ചവനാ ഞാൻ. പക്ഷെ ആ മഹേന്ദ്രനും സിദ്ധാർത്ഥും ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെട്ട് എന്നെ അങ്ങ് ഉപദ്രവിച്ചു. അവരുടെ വാക്ക് കേട്ട് നീയും കുറേ അങ്ങ് അഹങ്കരിച്ചു. ചന്ദ്രിക ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്നെ ആ സിദ്ധാർത്ഥും മഹേന്ദ്രനും പല തവണ നാണം കെടുത്തി. അതിനൊരു മറുപടി കൊടുക്കാനാ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അവനെ ഉപയോഗിച്ച് നിന്നെയും മലറിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇനി ഒരിക്കലും നിന്നെയും മലറിനെയും അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല. മഹേഷ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവളിങ്ങനെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മഹേഷ് പറയുന്നത്, നീയും ഞാനും മലരും നമ്മൾ 3 പേരും നാളെ ഈ നാട് വിട്ടു പോവും. ചന്ദ്രിക അതിശയത്തോടു കൂടി മഹേഷിനെ നോക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞേ? ഒന്നുകിൽ ഞാൻ പറഞ്ഞത് നടക്കണം, മഹേഷ് പറയാണ്, അല്ലെങ്കിൽ ആ സിദ്ധാർത്ഥ് അങ്ങ് മരിക്കണം. ഇതിലേതാ വേണ്ടത്? ചന്ദ്രികയെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ മഹേഷ് ചോദിക്കുകയാണ്. ഒന്നും ചെയ്യാനാവാതെ ചന്ദ്രിക മഹേഷിനെ നോക്കി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.